ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ തലവേദന അഥവാ ചെന്നിക്കുത്തിനെ പറ്റിയാണ്. ഇത് സാധാരണയായിട്ട് നമ്മുടെ 20 തൊട്ട് 40 വയസ്സിന് ഇടയിലുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ മൈഗ്രെയിൻ തലവേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് തലയൊട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുന്ന കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ തുടിക്കുന്ന പോലെയോ തോന്നുന്ന ഒരു വേദനയാണ്. ഇതൊരു അരമണിക്കൂറോ 4 മണിക്കൂറോ നീണ്ടു നിൽക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നായിരിക്കും ഇത് തുടങ്ങുന്നത്. ക്രമേണ ഇത് തലയോട്ടി മൊത്തം വ്യാപിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ചിലർക്ക് മനം പുരട്ടൽ അല്ലെങ്കിൽ ഛർദിൽ അതിൻ്റെ കൂടെ ഉണ്ടാകാം. ചിലർക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ തലവേദനയുടെ കാഠിന്യം കുറയുകയും ചെയ്യും. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ തലവേദനയുടെ മരുന്ന് എടുത്തു കഴിഞ്ഞാലോ ഈ വേദന കുറയുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ആ തലവേദന ഉള്ള സമയത്ത് അമിതമായിട്ടുള്ള വെളിച്ചമോ അമിതമായിട്ടുള്ള ശബ്ദമോ കേട്ടാൽ അവർക്ക് രോഗിക്ക് ഇറിറ്റേഷൻ കൂടുതൽ അല്ലെങ്കിൽ തലവേദനയുടെ കാഠിന്യം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ വളരെ ഡാർക്കായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള ഒരു റൂമിൽ ഇരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത് വരാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് സ്ട്രെസ്സ്, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, അതുപോലെ ഉറക്കമില്ലായ്മ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും അത് ഈ മൈഗ്രെയിൻ തലവേദന പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കാത്തവരിൽ ഉച്ചയ്ക്ക് ശേഷം ഈ മൈഗ്രെയിൻ തലവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ ചില ആഹാര പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് ചീസ്, വൈന്, ചോക്ലേറ്റ്, അതുപോലെ കോഫിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇത് മൈഗ്രെയിൻ തലവേദന വരാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വേദന സംഹാരിയോ അല്ലെങ്കിൽ ഛർദിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ എടുക്കേണ്ടി വരും. മാസത്തിൽ 2 തവണയിൽ കൂടുതൽ മൈഗ്രെയിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മൈഗ്രെയിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ എടുക്കണം. അതിൻ്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ 3 മാസം തൊട്ട് 6 മാസം വരെ തലവേദന എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് അനുസരിച്ചാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മൈഗ്രെയിൻ തലവേദന. ഇപ്പോൾ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവാതിരിക്കുക, ഉറക്കം ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം ഉണ്ടാവുക, കൃത്യമായ വ്യായാമം, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ മൈഗ്രെയിൻ്റെ വരുന്നത് നമുക്ക് വലിയൊരു അളവ് വരെ തടയാൻ സാധിക്കും. ചെറുപ്പക്കാരിലാണ് മൈഗ്രെയിൻ വരുന്നതെങ്കിലും ചിലപ്പോൾ കുട്ടികളിലും മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് തലവേദനയായിട്ടായിരിക്കില്ല വരുന്നത്, ചിലപ്പോൾ വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള വോമിറ്റിങ്ങോ അതൊക്കെ തന്നെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. അപ്പോൾ വയറുവേദനയുടെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അമ്മയ്ക്കോ വീട്ടിലാർക്കെങ്കിലും മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആണോ എന്നുള്ളത് നോക്കേണ്ടതും ആവശ്യമാണ്.